ജീവിക്കുന്ന കേരളത്തിലെ ജനത ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണോ കാര്യങ്ങൾ? LDFന്റെ പ്രതിനിധിയെ പരാജയപ്പെടുത്തണം. തെരഞ്ഞെടുപ്പ് അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് മഴ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ഡലത്തിൽ അതിശക്തമായ നേതൃത്വം നൽകുന്ന ശ്രീ PMA സലാം ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കന്മാരാണ് ഇപ്പോൾ ഈ ഓഫീസിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ചൂട് ചായ കുടിച്ച് ഇതിന്റെ ചൂട് ആറാത്ത ചർച്ചകൾക്കായി ഇവിടെ ഇപ്പോഴും ഉള്ളത്. ശ്രീ PMA സലാം സർ, എന്തു പറയുന്നു ഈ ഒരു ഘട്ടത്തിൽ? കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. 9 വർഷത്തെ ദുസ്സഹമായ ഭരണത്തെ അതിജീവിക്കുന്ന കേരളത്തിലെ ജനത ശക്തമായ പ്രതിഷേധം ഈ സംവിധാന വിനിയോഗത്തിലൂടെ നിർവഹിക്കും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ കാണുന്ന ഒരു കാഴ്ച, ആരാണ് ലീഗ്, ആരാണ് കോൺഗ്രസ്, ആരാണ് കേരള കോൺഗ്രസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഐക്യത്തിന്റെ ഒരു മഹാബലം ഇവിടെ കാണുകയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണോ കാര്യങ്ങൾ? തീർച്ചയായും ജനങ്ങൾ UDFന്റെ കൂടെയുണ്ട്. അത് ഞങ്ങൾ പ്രസംഗിച്ചിട്ടും അവരെ ബോധ്യപ്പെടുത്തിയിട്ടൊന്നുമില്ല. അവരുടെ ജീവിത അനുഭവങ്ങളാണ് LDFന്റെ പ്രതിനിധിയെ പരാജയപ്പെടുത്തണം എന്ന തീരുമാനത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചത്. ഇവിടെ UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഫലമുണ്ടാവും.